ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. നാട്ടിൽ വന്നതിന് ശേഷം ഇന്ന് രാവിലെയാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്യുന്നത് കണ്ടത് കേട്ടോ. ഇന്ന് രാവിലെ 6 മണി 6:30 സമയത്ത് വളാഞ്ചേരി പ്രദേശത്ത് തീവ്രമായ മഴയായിരുന്നു. രാവിലെ 6 മണിക്ക് തീവ്രത ഒന്നും പറയല്ല, പക്ഷെ എന്നാലും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യവശാൽ ആ മഴ മുഴുവൻ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ സിറ്റ് ഔട്ടിൽ എത്തിയപ്പോഴാണ് മഴ തുടങ്ങിയത്. നല്ലോണം മഴ അങ്ങോട്ട് ഇരുന്ന് ആസ്വദിച്ചു. നമുക്കിങ്ങനെ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് കിട്ടുന്ന മഴയൊക്കെ നമുക്ക് ഭയങ്കര സംഭവമായിരിക്കുമല്ലോ. പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രസമൊന്നും തോന്നില്ല. ഇന്ന് രാവിലെ എന്തായാലും ഞാൻ മഴ കാണാൻ വേണ്ടി കുളിച്ച് റെഡിയായിട്ട് എണീറ്റായിരുന്നില്ല. എനിക്കിങ്ങനെ രസം തോന്നുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാഹചര്യം സന്ദർഭമൊക്കെ ഒത്തു വന്നപ്പോൾ ഇന്ന് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ നീട്ടിട്ടുള്ള കുളിയും ഈ കാണുന്ന വേഷത്തിൽ ഞാൻ റെഡിയാവുകയൊക്കെ ചെയ്തത്. ഈ വേഷമായിരുന്നില്ല, ഈ കാണുന്ന വേഷത്തിലായിരുന്നു ഞാൻ രാവിലെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം 1 മാസം മുന്നേ അമ്മിയും യുവിയും കൂടെ അകത്തൊരു ചെറിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഏകദേശം 1-2 മാസം മുന്നേ ഞാനും വിഷ്ണു ഉണ്ടായ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു നോർമൽ തമാശ കോൺവെർസേഷൻ്റെ മുകളിൽ ഞാൻ പിടിച്ചു കയറിയതാണ് കേട്ടോ ഇന്ന്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ കുറച്ച് സെറ്റ് സാരിയൊക്കെ എടുത്ത് മുട്ട് വരെ മുടിയായി 7 എടുത്ത് മുടഞ്ഞിട്ട് തുളസിക്കതിന് മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനത്തെ സൗന്ദര്യം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ ശാലീന സൗന്ദര്യമൊക്കെ അല്ലേ, അതൊക്കെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ശാലീനതയും സൗന്ദര്യവും വലിയ രീതിയിൽ അടുത്ത് കൂടെ പോകാത്തത് കാരണം എനിക്ക് നിങ്ങൾക്കറിയാലോ അത് വർക്കൗട്ട് ആവുമോ ഇല്ലേ എന്നുള്ളതല്ല, എനിക്കത് അത്ര എൻ്റെ ഒരു മേഖലയല്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ വിഷ്ണുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളിരുന്നിങ്ങനെ TV കാണുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സീൻ വന്നു. രാവിലെ നീറ്റ് സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി വലിയ പൊട്ടൊക്കെ വെച്ച് ചന്ദനൊക്കെ തൊട്ട് അങ്ങനത്തെ ഒരു സീൻ വന്നു സിനിമയുടെ. അപ്പോൾ വിഷ്ണു എന്നോട് പറഞ്ഞു, ഒരു ദിവസം രാവിലെ നീ എനിക്കിങ്ങനെ ചായ കൊണ്ടു തരുമോ, വിഷ്ണുവിനൊരു ആഗ്രഹമാണെന്ന്. ചുമ്മാ പറഞ്ഞു ഒരു കോൺവെർസേഷൻ ആയിരുന്നു. സീരിയസ് ആയിരുന്നു വിഷ്ണു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വിചാരിച്ചു പിള്ളേർ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ ഞാൻ നേരത്തെ കാണിച്ചതേ ഈ ഒരു വേഷത്തിൽ വിഷ്ണുവിന് ചായ കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു സത്യം പറഞ്ഞു ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പം എനിക്കിങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ ദേ ഇവിടെ കാണിക്കാം കേട്ടോ. ഇന്ന് രാവിലെ നല്ലൊരു ഗ്ലാസ് കാപ്പി കുടിച്ചാണ് നമ്മൾ റെഡിയാകാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് നല്ലൊരു പുളിയിരക്കര കസവുള്ള ഒരു സെറ്റ് മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ബ്ലൗസും ഞാൻ നക്ഷത്രം തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് എൻ്റെ മനസ്സിൽ അന്ന് ആ ഒരു മൂവിയിൽ കണ്ടതുപോലെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നത്. ഇതത്ര വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞില്ലേ, അന്നുണ്ടായ കോൺവെർസേഷൻ്റെ മുകളിൽ ഞാൻ പിടിച്ചു കയറിയതായിരുന്നു. പിന്നെ ഒരു രസമല്ലേ, ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ ഓരോരോ എൻ്റർടൈൻമെൻറ്റ് രസമൊക്കെ. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ രാവിലെ വിഷ്ണുവിനെ വിളിച്ചുണർത്തി, അത്ര തന്നെ. വിഷ്ണു എന്നെ കണ്ടുടനെ ആദ്യം ചോദിച്ചാൽ എനിക്ക് പ്രാന്താണോ എന്നുള്ളതായിരുന്നു. പിന്നെയാണ് വിഷ്ണു എണീറ്റിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്താണ് എന്നൊക്കെ വിഷ്ണുവിന് മനസ്സിലായത്. അത്രയേ ഉള്ളൂ. ഞെട്ടിക്കാൻ ഉദ്ദേശിച്ചത് വിഷ്ണുവിനെ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഞെട്ടിയത് യുവിയാണ്. യുവി ഇങ്ങനെ വായ ഉളച്ചെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ലോങ് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞ ഒരു ലോങ് വീഡിയോക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇന്നത്തെ ഒരു ദിവസം കൂടെ അങ്ങോട്ട് ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളത്. എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വയറൊട്ടും സുഖം ഉണ്ടായിരുന്നില്ല. നല്ലോണം ക്ഷീണിച്ചു, നല്ല ടയേർഡാണ് യുവി. ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരുന്നേ ഉള്ളൂ. മാങ്ങ തന്നെയാണ് വില്ലൻ എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇന്നലെ ഇവിടെ കോട്ടക്കൽ മിംസിൽ ഡോക്ടർ നമ്മൾ വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോബയോട്ടിക്സും കാര്യങ്ങളും തന്നെ കൊടുക്കാനാണ് പറഞ്ഞത്. ഇന്നത്തേക്കൊക്കെ ബെറ്ററാണ് കേട്ടോ, ഇന്നലത്തേക്കും ബെറ്ററാണ്. ഇങ്ങനെ സ്ലോലി നമ്മളിങ്ങനെ ബെറ്റർ ആയിട്ട് വരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ മാങ്ങ ഇങ്ങനെ കൊടുക്കരുത് എന്നുള്ളത്. അവിടെ നമ്മൾ മാങ്ങ നോർമലായിട്ട് വാങ്ങി കൊടുക്കുന്നതല്ലേ. അപ്പോൾ മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ യുവി ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തന്നെ മലയാളീസ് പ്രഹസനം. വയറിൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉഷാറാവാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. യുവിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കണം, അമ്മയ്ക്കാണെങ്കിൽ വാരി കൊടുക്കണം. എൻ്റെ ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സൊക്കെ എന്താക്കിയിരിക്കണം യുവി. ഇവണ്ടല്ലോ തീരെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു 3-4 ദിവസം വയർ അപ്സെറ്റ് ആയിട്ട്. ഇന്നൊക്കെയാണ് ഇന്നലെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കഴിച്ചു തുടങ്ങിയത്. വിഷ് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് രാവിലെ എൻ്റെ പുളിയിരക്കര കസവും പൊട്ടും കളഭവും ചായയും എല്ലാം? അടിപൊളിയായിരുന്നു. രാവിലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു.
താൻ പക്ഷെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ എണീക്കും, അലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വിഷ്ണുവിന്റെ ഫോണിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ എന്തിനാണ് താൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ 6 മണിക്ക് എണീക്കുന്നത്? പക്ഷെ എനിക്ക് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടിയായിരുന്നു രാവിലെ വിഷ്ണുവിന്റെ അല്ലേ? സോ ഞാൻ അതുകൊണ്ട് ഇനി തൊട്ട് രാവിലെ അങ്ങനെയാണ്. പക്ഷെ ഒരു 11 മണിയാവുന്നേ ഉള്ളൂ കരക്കസം എടുത്തിട്ട് വരാൻ പറ്റുമോ? പക്ഷെ എനിക്ക് നല്ലൊരു ചേഞ്ച് ആയിരുന്നു. എനിക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്ണു എനിക്കൊരു കോംപ്ലിമെന്റ്സ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് മുന്നേ അമ്പലത്തിൽ എന്നെ വെച്ച് അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ വിഷ്ണു നോക്കിയാനെയാണ്. പിന്നെ അല്ല, നീ ഒന്നും ഞാൻ അങ്ങനെ കേട്ടോ. പുളീരക്കര കസവും കൊണ്ടുകൊടുത്തും. മൈക്കിൾ ജാക്സൺ ഫീവർ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും കൂടുതൽ ഗാഢമായി മൈക്കിൾ ജാക്സനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു മൈക്കിൾ ജാക്സൺ മൂവി കാണുന്നത് എനിക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നില്ലേ? ആയിരുന്നു. ഞാൻ മുന്നേ മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫുൾ ടൈം മൈക്കിൾ ജാക്സൺ പറ്റി പഠിച്ചുകൊണ്ടാണ്. ഉണ്ട്. ഈ യുവിയും കൂടെ ഗംഭീര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട്. കാരണം അവന് വയർ അപ്സെറ്റ് ആയതിനു ശേഷം അവൻ കാര്യമായിട്ട് ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നുമില്ല. പാലിന്റെ അളവ് നല്ലോണം കുറച്ചു. വയർ അപ്സെറ്റ് ആകുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ലൂസ് ടൂൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ഡോക്ടർ ORS കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിക്കിൻ്റെ വെള്ളം കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സാധാ വെള്ളം, പാല് കുറച്ചും കൂടെയൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഫോമുല. പിന്നെ കഴിക്കൽ ഓൾമോസ്റ്റ് നിർത്തിവെച്ചൊരവസ്ഥയായിരുന്നു. അപ്പോൾ വയറിന് പറ്റുന്ന പൊടിയരി, കുറച്ച് യോഗട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധിച്ചാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അമ്മേനെ പോലെ കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒട്ടും ഭക്ഷണം കഴിക്കാത്ത ഒരാളായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ അമ്മ നല്ലോണം ഒരു 2 മണിക്കൂറൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു. അതേപോലെ തന്നെ സാധാരണ യുവി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ്, അങ്ങനെ വലിയ മടിയൊന്നുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് നിർബന്ധിക്കേണ്ട ആവശ്യം വരാറില്ല. എനിക്ക് ആ സ്കില്ല് ഉണ്ടോ എന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല കേട്ടോ. അമ്മ അത്രയും റെഗുലർ ഇൻ്റർവെല്ലിൽ അവന് പാല് കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കുക എന്നുള്ളത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പോലും ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ യുവിനെയും കൊണ്ട് അമ്മ ഉറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൻ ഇങ്ങനെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് നീർദോശയാണ് കേട്ടോ. നീർദോശ എന്ന് പറയുമ്പോൾ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് തേങ്ങയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കും. എന്നിട്ട് പുളിപ്പിക്കുകയൊന്നും ചെയ്യില്ല, നേരെ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ മലബാർ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു ദോശയാണ്. എങ്ങനെയുണ്ട് ബീന ടീച്ചറുടെ കഴിപ്പിക്കൽ യുവീനെ? അമ്മ അത്രയും സമയം എടുത്തിട്ട് അങ്ങോട്ട് വിഷ്ണു പറയുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ കോഴിക്കോട് പോയിരുന്നു കേട്ടോ. പക്ഷേ വിഷ്ണു പറയുന്നു തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ എൻവിറോൺമെൻറ്റിനായിട്ടും ആൾക്കാരായിട്ടും യുവി ഒന്നും ഇങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവന് വയ്യാത്തത് കാരണം പെട്ടെന്നൊരു സ്വിച്ച് വേണ്ടാന്ന്. അപ്പോൾ ഇന്ന് വിഷ്ണു ഒറ്റയ്ക്കാണ് കാലിക്കറ്റ് പോകുന്നത്. നാളെ മറ്റന്നാളായിട്ട് ഞാൻ ജോയിൻ ചെയ്യുമായിരിക്കും, യുവിയുടെ ഇമ്പ്രൂവ്മെന്റ്സ് അനുസരിച്ച് അല്ലേ? ദോശ സാധാ ദോശയാണ് വേണ്ടത്. ഇതാണോ നീർദോശ? ഇതാണ് നീർദോശ. നിറയെ ഇങ്ങനെ ഓട്ടകളായി നേർത്തിട്ടുള്ളൊരു ദോശയാണ് നീർദോശ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീർദോശ. പക്ഷെ ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് ഭയങ്കര കുറവാണ്. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റവിൻ്റെ മുകളിൽ മുഴുവൻ തെറിച്ചിട്ട് നമുക്ക് വയ്യാതെ പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് എടുക്കാൻ കിട്ടണല്ലോ. ഇത് ഞാൻ ഇത് ശരിക്കും ഇതിനേക്കാളും തിന്നായിട്ടാട്ടോ പലരും ഉണ്ടാക്കുക. ഇവിടെ കുറച്ചൊരു കട്ടിക്ക ഉണ്ടാവാറ്. പക്ഷെ അടിപൊളിയാണ് നീർദോശ. നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഒപ്പം ഒക്കെ ഗംഭീരമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങാ ചട്നിയുടെ ഒപ്പമാണ്. എനിക്ക് ചമ്മന്തിയുടെ ഒപ്പമാണ് നീർദോശ ഇഷ്ടം. ഞങ്ങളൊന്ന് വളാഞ്ചേരി പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ തേങ്ങ ചിരകുന്ന ഒരു സാധനം വാങ്ങിക്കണം നമുക്ക്. അതിലെന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മയ്ക്കിവിടെ ഹെൽപ്പിന് വേണ്ടി നല്ലൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ, യശോദാൻ്റിയെന്ന് നമ്മൾ വിളിച്ചിരുന്നത്. അപ്പോൾ യശോദാൻ്റിക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് വയ്യായകൾ വന്നത് കാരണം തുടർന്ന് ഒരു 2-3 ആഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ യശോദാൻ്റി ആയിരുന്നു അമ്മയ്ക്ക് തേങ്ങ ചിരകി കൊടുക്കുക, ഉള്ളി നന്നാക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ തേങ്ങ ചിരകലൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ആ മെഷീൻ. പക്ഷേ ഇവിടെ പിട്ടാപ്പള്ളി, നന്ദിലത്തും മൈജിയൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഞാൻ ആമസോണിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഡെലിവറിക്ക് 3-4 ദിവസമൊക്കെ എടുക്കണം. അത്ര ദിവസം അമ്മയ്ക്ക് തേങ്ങ അല്ലാതെ പറ്റുന്നില്ലല്ലോ. അമ്മ എനിക്ക് പറ്റും. അമ്മയുടെ കുക്കിങ്ങിന്റെ മെയിൻ ഐറ്റം തേങ്ങയാണ്. ആണോ? നമ്മുടെ പുതിയ കമ്മലാണോ അല്ലേ? സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? ആരെങ്കിലും കമ്മൽ വാങ്ങിക്കപ്പോ? ഞാൻ അമ്മയ്ക്ക് റിട്ടയർമെന്റിന് ഒരു ക്യാഷ് പ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം അതും പിന്നെ അമ്മയുടെ എവിടെ ഒന്ന് രണ്ട് അമ്മയ്ക്ക് സേവിങ്സ് പോലെ ഉണ്ടായില്ലേ ജ്വല്ലറീസിൽ, അതും കൂടെ ആഡ് ചെയ്ത് അമ്മ ഒറ്റ സിംഗിൾ കമ്മലാക്കി. ഗോൾഡ് ഇസ് വെരി എക്സ്പെൻസീവാ. പക്ഷെ അമ്മയുടെ ഇങ്ങനത്തെ കമ്മലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് മുന്നേ എനിക്ക് ജോലി കിട്ടിയ ഉടനെ അമ്മയ്ക്കൊരു കമ്മല് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, ഒരേപോലെ ഉണ്ട്. അന്ന് കൊടുത്ത പൈസനൊക്കെ ഇരട്ടി നമ്മളിപ്പോൾ കൊടുക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറൊരു വ്യത്യാസമില്ല. ഗോൾഡ് ഒന്നും വാങ്ങിക്കരുത്. ഗോൾഡ് വാങ്ങി അന്ന് ഗോൾഡ് വാങ്ങിയത് 30-നാണ്. ആ ഗോൾഡിന് ഇപ്പോൾ എത്രയും ഒന്നിന്റെ അടുത്തൊക്കെ ഇല്ലേ ഗോൾഡിന്റെ വില. അടുത്ത ഗോൾഡ് സിൽവറാന്നാ പറയണത്, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ കേട്ടു കേട്ടോ, ഒക്കെ അറിയില്ല. രാവിലെ സെറ്റ് മുണ്ട് എടുത്ത സമയത്ത് ഞാൻ നമ്മുടെ എന്നിട്ട് വേറൊരു കമ്മലായിരുന്നു. ഇത് പക്ഷെ ഗോൾഡ് അല്ല കേട്ടോ. ഇത് എവിടെ നിന്നാ വാങ്ങിയമ്മ? വിഷ്ണു പോകാനുള്ള പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് വിഷ്ണുവിന് നിന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ഉണ്ട്. വന്ന ഉടനെ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക, ഫുൾ ബോഡി ചെക്കപ്പ്, അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ തീർക്കണം. അപ്പോൾ വിഷ്ണുവിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ്. UV എണീക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പോയി തിരിച്ചു വരണം. ഓക്കെ മാം. അച്ഛനിപ്പോൾ ഭയങ്കര തിരക്കേറിയ പ്രവർത്തനത്തിലാണ്. രാവിലെ 9 മണിക്ക് പോയാൽ രാത്രി ഒരു 7 മണി 8 മണി ആവാതെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പെൻഷനേഴ്സ് യൂണിയൻ്റെയോ അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ പരിപാടികളുടെ പിന്നാലെയാണ്. ഈ ഒരു 10-12 ദിവസമാണ് ഇത്രയും തിരക്ക്. അത് കഴിഞ്ഞാൽ കുറച്ച് കുറയുന്ന പറഞ്ഞ് വളാഞ്ചേരി പോയിട്ട് അങ്ങാടി ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അങ്ങാടി കാണാനല്ല, നേരത്തെ പറഞ്ഞില്ല, സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ നേരെ പോവാ. കാരണം അല്ല, മൈജിക്കാണോ പോണോ അതോ നന്ദിലത്തേക്കാണോ? മൈജിയില് മറ്റേ അച്ഛന്മാരുടെ ട്രിമ്മറും കിട്ടും. നന്ദിലത്തെ കുറ്റിപ്പുറം റോഡിന് കുറച്ച് അൽബേക്കിന്റെ അപ്പുറം. കണ്ട, എനിക്ക് ഇവിടെ എല്ലാം വിഷ്ണുവിന് ഇങ്ങനെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ എല്ലാം അമ്മ അടുത്ത് ചോദിക്കണം. എനിക്ക് വളാഞ്ചേരി ഇപ്പോഴും എനിക്ക് എല്ലാം അല്ലല്ല ഒന്ന് പോയത് എന്തോ. ആ പിന്നെ വളാഞ്ചേരി കഴിഞ്ഞ 15 വർഷം ഒരേപോലെ എന്തിനുള്ള മറുപടികൾ നിങ്ങൾ കൊടുക്കണം. എനിക്ക് വളാഞ്ചേരി വികാരമാണ്, അതുകൊണ്ട് എന്നെ എങ്ങനെ വളാഞ്ചേരി കൊണ്ട് കുത്താന്നുള്ളതാണ് വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരിയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എത്ര ജിമ്മ് വന്നു, ഞങ്ങൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയി. ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോകാട്ടോ. ഞാൻ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ വ്ളോഗും ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിൽ എന്തെങ്കിലും ഒരു ഓർമ്മ ഞാൻ ഇടാറുണ്ട്. ഇന്നത്തെ വ്ളോഗിൽ എന്താ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു എനിക്കൊരു വലിയ ഓർമ്മ എനിക്കിവിടെ ഡോക്യുമെന്റ് ചെയ്തിടാറുണ്ട്. വെല്ലച്ചൻ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി തറവാട്ടിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മുന്നേ അമ്മമ്മയ്ക്ക് വെയിക്കുന്ന സമയത്ത് നാട്ടിലോട്ട് വരുമ്പോൾ അമ്മമ്മ ഞാൻ വരാൻ തുടങ്ങുമ്പോഴേ ചോദിക്കും എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടതെന്നുള്ളത്. എനിക്ക് അമ്മമ്മയുടെ ഗ്രീൻ പീസിന്റെ കറി, അട, അരിയുണ്ട, അതേപോലെ നമ്മുടെ നാരങ്ങയുടെ അച്ചാറ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ പറയും. അമ്മമ്മ നമ്മുടെ സ്പെഷ്യൽ പായസംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അമ്മമ്മയ്ക്ക് വയ്യാതായതിനു ശേഷം പിന്നെ നമ്മള് എന്താ പറയാ അവിടെ പോയി ഒരു ഭക്ഷണം കഴിച്ച് അങ്ങനെ ഓണം അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ വെല്ലച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഊണ് കഴിക്കാം. അവിടെ കുക്കിങ്ങിന് വേണ്ടി ഒരു ചേച്ചിയുണ്ട്. അവിടെ കുക്കിങ്ങിന് ഒരാളെ ആവശ്യം കേട്ടോ. കാരണം വെല്ലച്ചന് ഭയങ്കര ചിട്ടകളുണ്ട്. 7 മണിക്ക് ഈ ഭക്ഷണം, 10:30 ഈ ഭക്ഷണം, 12 മണിക്ക് ഈ ഭക്ഷണം, 1 മണിക്ക് ഈ ഭക്ഷണം. രാവിലെ പയറ് കഴിക്കും, ഇല, വൈകുന്നേരം ഗോതമ്പ്, അതിൻ്റെ ഇടയിൽ പ്രോട്ടീൻ പൗഡർ, എഗ്ഗ്, അങ്ങനെ ഭക്ഷണത്തിന് അറേഞ്ച് ചെയ്യാൻ തന്നെ അവിടെ ശരിക്കും ഒരാളെ ആവശ്യമുണ്ട്. ഇവർ 3 പേരും വർക്കിംഗ് ആയത് കാരണം അവർക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുള്ളത് കാരണം അവർക്ക് എല്ലാം കൂടെ എത്തില്ലായിരുന്നു, അമ്മയ്ക്കും പ്രീതമാമയ്ക്കും ദീമാമയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫുൾ കുക്കിങ്ങിന് ഒരു ചേച്ചീനെ വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് അപ്പോൾ ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യലല്ല, വല്യച്ഛനും അമ്മയ്ക്കും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യലാണ് മെയിൻ ചേച്ചിയുടെ അവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ചേച്ചി കുറച്ച് സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അതിനേക്കാളും സ്വീറ്റായിട്ട് തോന്നിയ കാര്യം ഇന്നലെ വെല്ലച്ച എന്നെ വൈകുന്നേരം അങ്ങോട്ടേ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് വിഷ്ണുവിനെ കഴിക്കാൻ ഇഷ്ടം. വിഷ്ണുവിൻ്റെ ഇഷ്ടങ്ങൾ വെല്ലച്ചന് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ ഇഷ്ടം പിന്നെ അവിടെ അങ്ങാടിയിൽ പോട്ടാണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് വിഷ്ണുവിന് എന്താണ്, മീനാണോ ഇഷ്ടം, ചിക്കനാണോ ഇഷ്ടം, മീനൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ വെല്ലച്ചൻ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് രാവിലെ മീനൊക്കെ ഇവിടെ ഓർഡർ ചെയ്താൽ കിട്ടുമല്ലോ, വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ ഇതെനിക്ക് എന്നും ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കുന്നൊരു കാര്യമാണ്. ഉച്ചയ്ക്ക് വെല്ലച്ചൻ്റെയും അമ്മമ്മയുടെയും ഒപ്പം ഒരു ഗുണം വിഷ്ണു. ഇന്ന് വിഷ്ണുവിന് വൈകുന്നേരം 4 മണിക്ക് കാലിക്കറ്റ് ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് മുന്നേ വിഷ്ണു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വെല്ലച്ചൻ വിളിച്ചതിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യാൻ ഇഷ്ടമല്ല. മുന്നേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മമ്മയ്ക്ക് വയ്യാതെ ആയത്. അപ്പോൾ ഇപ്പം എന്നോട് അങ്ങനെ ഞാൻ വിചാരിക്കുക 2 ദിവസം കൂടെ ഞാൻ വളാഞ്ചേരിയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ അന്ന് ഞാൻ കോഴിക്കോട് പോയി, അത് ഞാൻ തിരിച്ചു വന്നപ്പോഴൊക്കെ അമ്മമ്മയ്ക്ക് കുറച്ചധികം വയ്യാതെ വന്നത്. ഇപ്പോൾ 2 ദിവസം കൂടെ ഞാൻ വളാഞ്ചേരിയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് 2 ദിവസം കൂടെ അമ്മമ്മയുടെ ഒപ്പം അത്രയും ഇതായിട്ട് കിട്ടുമായിരുന്നല്ലോ എന്നുള്ളത്. അതിനുശേഷം
എന്നോട് ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ്പോൺ ചെയ്യില്ല. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ലഞ്ചിന് ശേഷം പോകുമെന്നുള്ളത്. വിഷ്ണുവിന് എൻ്റെ സിറ്റുവേഷൻ അറിയുന്നത് കാരണം വിഷ്ണു ലഞ്ചിന് ശേഷം പോകാമെന്നുള്ളത് ഓക്കെ പറഞ്ഞു അല്ലേ. ഈ സംഗതി ഇവിടുത്തെ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റാ തോന്നുന്നില്ല. നമ്മളിപ്പോൾ നന്ദിലത്തിലും പിട്ടാപ്പള്ളിയിലും ചോദിച്ചു, അവരുടെ സ്റ്റോക്ക് ഇല്ല, അവർ എത്തിക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്ന് തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറെ 1-2 ഷോപ്സും കൂടെ അവിടെ പോയി നമുക്ക് ചോദിച്ചു നോക്കാം. പ്രീതി കൊക്കോസ്റ്റ ഇല്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത്ര എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആവാഞ്ഞിട്ടായിരിക്കാം. ഓൺലൈൻ ഞാൻ കണ്ടു, അപ്പോൾ നമുക്കിനി ഓൺലൈൻ അത് ഓർഡർ ചെയ്യാം. അപ്പോൾ അച്ഛനുള്ളൊരു ട്രിമ്മറും കൂടെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ ഫാദേഴ്സ് ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ട്രിമ്മറാണ് ഇപ്പോൾ വാങ്ങിക്കാനിരിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ട്രിമ്മർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് അച്ഛനുള്ളത് വിഷ്ണു അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടുന്ന് ഒരു ട്രിമ്മർ വാങ്ങിക്കാം. അച്ഛനും ട്രിമ്മർ വാങ്ങിക്കണോ? ഇന്നലെ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം. ഇവിടെ ചെറിയ ഹെഡ്സെറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് കിട്ടുന്ന. ഇവിടെ പല കടകളിലും നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കണം എന്നൊക്കെ ഇല്ലേ. അതാ ഞാൻ കടയുടെ അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. എൻ്റെ ബുദ്ധിപരമായ ഇടപെടലുകൾ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രീതി കൊക്കോസ്റ്റ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നേ ചെയ്തില്ല ഒരു കടയിൽ നിന്നും. അവസാനം ഇവിടെ മൈജിയിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ആമസോണിലും അത് സ്റ്റോക്കിൽ കണ്ടു. അപ്പോൾ അവിടുന്ന് എവിടെയെങ്കിലും നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. അച്ഛന് ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും ട്രിമ്മർ കൊടുക്കുന്നത്. അച്ഛനോട് എന്താ വേണ്ട വെച്ചപ്പോൾ ട്രിമ്മർ. അപ്പോൾ ട്രിമ്മർ വാങ്ങി. കോഴിക്കോട് അച്ഛനുള്ളത് വിഷ്ണു അവിടുന്ന് അച്ഛനെയും കൂട്ടിയിട്ട് ഹെഡ്സെറ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പറയൂ. ഫേക്ക് ക്രഷ് എന്ന് പറയുന്ന കോഫി ഷോപ്പിന് പ്രത്യേകതയുണ്ട്. എന്നെക്കാളും മുന്നേ വിഷ്ണുവാണ് തോർത്ത്. എന്താണ്? പണ്ട് നീ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ. നമ്മുടെ അല്ല, എൻ്റെ ബർത്ത്ഡേ. അപ്പൊ വിഷ്ണു വന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. അന്ന് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളത് കാണിക്കാൻ പറ്റായിരുന്നു. ഒരു ബ്ലാക്ക് ചാർട്ടില് എന്താണ് യു ആർ മൈ 5 സ്റ്റാർ, യു ആർ മൈ മഞ്ചോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് മറ്റേ ചോക്ലേറ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു സാധനം. ഞാൻ വെച്ചു വിഷ്ണു ഭയങ്കര ഇങ്ങനത്തെ ക്രിയേറ്റീവ് കഴിവുള്ള മനുഷ്യനാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് അമ്മ ചെയ്തതെന്ന്. അല്ല, അമ്മേനെ രാത്രി വിളിച്ചിരുത്തിയിട്ട് അമ്മ എഴുതി ഒട്ടിച്ചെന്നൊക്കെ പറഞ്ഞ അമ്മ. പിന്നെ എനിക്ക് മനസ്സിലായത് അത് ആക്ച്വലി എന്റെ മദർ-ഇൻ-ലോന്റെ ഗിഫ്റ്റ് ആയിരുന്നു, ഫിയാൻസിയുടെ ഗിഫ്റ്റ് ആയിരുന്നില്ല. അത് എവിടുന്ന് ഐഡിയ കിട്ടി അത്രയൊക്കെ? പിന്നെ ആ ഐഡിയ ഒക്കെ എങ്ങനെ നശിച്ചു പോയത്? എനിക്ക് യോഗ്യത ഉണ്ടായിട്ടാ ഞാനുള്ളത് മുഴുവൻ എനിക്ക് തരുന്നത് എന്റെ വിചാരം. വീട്ടിലെത്തി. യൂഷിമ്പാ, യൂഷിക്ക് ഇപ്പൊ എത്ര പേരാന്നറിയോ? യുവാൻ, യുവി, യുവ, യൂഷി, യൂഷപ്പൻ, യൂഷമ്പൻ. നമ്മളിനി വെളിച്ചൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. യുവിക്ക് ഇന്ന് ഇവിടെ തന്നെയാണ് ലഞ്ച്. യുവി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് ചോറും ക്യാരറ്റും യോഗട്ടും ആണ് യുവിക്ക്. അമ്മമ്മ തരും. വിടില്ല അമ്മമ്മ നിന്നെ. അമ്മേനെ പോലെ ഒന്നല്ല, അമ്മമ്മ പിടിച്ച പിടിയാ അല്ലേ, പിടിച്ച പിടിയാണ് അമ്മമ്മ. അപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ പോയിട്ട് അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പൊ എന്താണെന്നറിയോ, അസുഖം വന്ന് ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ നമ്മൾ കുറെ തവണ കരഞ്ഞു നോക്കും. ചില കരച്ചിൽ നമുക്ക് അങ്ങോട്ട് കിട്ടും, അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ ഒരു കരച്ചിലുണ്ടായിരുന്നു ക്യാമറ നോക്കിയിട്ട്. അച്ഛനൊന്നും പറ്റൂല, അമ്മയുടെ ബേബിയാണിത്. ഒന്നും കൂടെ കരഞ്ഞു കാണിച്ചെടുക്കോ എങ്ങനെ യുവി കരയാറുന്ന. അതടുത്ത കള കരച്ചില്. നമ്മളിപ്പോ ഇതിൽ ഖേമനായിരിക്കണം. നമ്മുടെ വീട്ടിൽ ആൾക്കാരെക്കാളും കൂടുതലുള്ളത് ഉറുമ്പാണ്. എത്ര ഉറുമ്പാന്ന് അറിയാം. ഡയപ്പർ ബാഗിന്റെ അകത്ത് ഇവന്റെ ഒരു ക്രാക്കർ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിൽ ഫുൾ ഉറുമ്പ് വന്നിട്ടുണ്ട്. അമ്മ ഞാൻ അവനെ കൊണ്ടോണോ? ഓ ഇരിക്കും എൻ്റെ ഒപ്പം. ഓ ഇരിക്കും. ഓ ഇരിക്കുവോ? ഓ ഇരിക്കുവോന്ന്. ഓനിരിക്കുവോന്ന്. ആ അമ്മ വരുണ്ടോ? ആ ഞാൻ കൊണ്ടോ. എത്തി പറയൂ. ആ കുറഞ്ഞു, കുറവുണ്ട് ഇപ്പൊ. വാഴയിലാണ് ഉച്ചയ്ക്ക് ഊണ്. ചോറ്, അച്ചാറ്, ഉപ്പേരി, സാമ്പാറ്,
ഓംലെറ്റ് ചേച്ചി കേമാണല്ലോ. അത് മീനാ തോന്നണം അല്ലേ? സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ. ഇവിടെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. വെല്ലച്ചൻ രാവിലെ ധാന്യം, ഉച്ചയ്ക്കല്ല, അങ്ങനെ ഒരു കണക്കുണ്ട് വെല്ലച്ചന്. പക്ഷെ എല്ലാം ഉണ്ടാവുന്നുണ്ടെങ്കിലും എരിവും ഉപ്പും പുളിയൊക്കെ നല്ലോണം കുറവായിരിക്കും. വെല്ലച്ചൻ പറയാറ് ഭക്ഷണം കഴിക്കുന്നത് വായയ്ക്ക് രുചിക്കല്ല, വയറിനും ശരീരത്തിനും പറ്റുന്ന പോലെ ഇരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ പൊതുവേ ഉണ്ടാവാറ്. അമ്മമ്മ എങ്ങനെ അരി കൊണ്ടുണ്ടാക്കിയിരുന്നത്? അരി വറക്കുക. ഏതരി? പച്ചരി. പച്ചരി വറുത്തിരുന്ന പൊന്നി വറുത്തിട്ട് ഇടിച്ചിട്ടുണ്ടാക്കുക. അതാണ് ആ ടേസ്റ്റ് കിട്ടാത്തത്. ഇനി അമ്മ ഇടിച്ചുണ്ടാക്കിയാ മതി. പൊടിച്ചിട്ട് ശർക്കരയും നാളികേരും ഏലക്കായും ഒക്കെ ചേർത്തിട്ടാണ് പൊടിക്കുക. എന്നിട്ട് അപ്പൊ എങ്ങനെയാ ആ പിടുത്തം കിട്ടണത്? നാളികേരത്തിന്റെ മറ്റേ വെള്ളം ചേർക്കില്ല? ഞാൻ കഴിച്ചാൽ ഏറ്റവും അടിപൊളി അരിയുണ്ട അമ്മമ്മയുടെയാണ് അല്ലേ? അതേപോലെ അമ്മമ്മയുടെ ഒരു വെള്ളപ്പും ഗ്രീൻ പീസ് കറി ഉഷാറായിരുന്നു അല്ലേ? ഓർമ്മ ഉണ്ടാവും ഈ ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കിയിരുന്നാണ്? അമ്മമ്മ ഉണ്ടാക്കി തരാൻ പറയുന്നത് എങ്ങാനും ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞാലോ. അമ്മ കുറച്ച് കഴിച്ചോളൂ. കുറച്ച് ചോറ് തൈരൂട്ടി കഴിക്കാൻ. മെല്ലെ സൗകര്യ സന്ദർഭമൊക്കെ പോലെ അമ്മമ്മ എടുക്കുന്ന ഗ്രീൻ പീസുകാരുടെ റെസിപ്പി ഒന്ന് കിട്ടുമോ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെ, ഇങ്ങനെ കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് നല്ലോണം മുന്നിട്ട് നിന്ന് അങ്ങനത്തെ ഒരു പ്രത്യേക വെജിറ്റബിൾ കറി ആയിരുന്നു. വിഷ്ണു കോഴിക്കോട് പോവാണ്. പോയിട്ടല്ലോ വെല്ലച്ചനോട് കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാണ്ട്. പിന്നെ ഒരു അവസരത്തില്ല, കുറച്ച് തിരക്കിലായി പോയി. വിഷ്ണു പോകുമ്പോഴൊക്കെ അവിടെ പോയിട്ട് യുവി ഫുഡ് കഴിച്ചൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം വൈകുന്നേരം. ഗംഭീര ലഞ്ചൊക്കെ കഴിച്ചു. വെല്ലച്ചൻ ഇങ്ങനെ സാമ്പാറിലും പിന്നെ ഉപ്പേരി അങ്ങനെ എല്ലാത്തിലും ഉപ്പിനും അങ്ങനെ എല്ലാത്തിനും കൃത്യ കണക്കുണ്ട് കേട്ടോ. ഒന്നും അധികം കഴിക്കില്ല, എന്നാൽ എല്ലാം കുറച്ച് കഴിച്ച് അങ്ങനെ ഇരുന്നു. ഞാൻ മുന്നേ ഇപ്പോൾ വരുമ്പോൾ ഞാൻ അമ്മമ്മേനെ മുന്നേ ഞാൻ കളിയാക്കിയിരുന്ന ഒരു കാര്യം ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ അപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ ഇവിടെ ഒരു തോടുണ്ട്, അവിടെ കുളിക്കാൻ വേണ്ടി പോകും. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ മുകളിൽ കെട്ടിവെച്ച് പിന്നെ അതേപോലെ ബക്കറ്റൊക്കെ സൈഡിൽ വെച്ച് കുറേ തുണികളൊക്കെ ആയിട്ടാണ് അവർ ഈ റോട്ടിൽ കൂടെ കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് ആ തോടിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ അമ്മമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരിക്കും, ഞാനും ഇരിക്കുന്നുണ്ടാവും. അവിടെ നിന്നൊക്കെ എണീറ്റ് വന്നിട്ട് അമ്മമ്മ അങ്ങനെ വിളിച്ച് കുളിക്കാൻ പോവാ. ഞാൻ അമ്മ അടുത്ത് ചോദിക്കും, ഈ ഒരു വേഷത്തിൽ ആരെങ്കിലും ഷോപ്പിങ്ങിന് പോകുമോ? അപ്പോൾ അമ്മമ്മേനെ ഞാൻ സ്ഥിരമായിട്ട് കളിയാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഞാൻ അമ്മമ്മ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്ക് ഓർമ്മ ഉണ്ട് അമ്മമ്മ അങ്ങനത്തെ വിശേഷം ചോദിച്ചിരുന്നതെന്ന്. അപ്പോൾ അമ്മമ്മ അറിയാം വിശേഷമൊക്കെ അങ്ങനെ തന്നെയാണ്, വലിയ ലോജിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ശരിയാണ്. ഇന്ന് പോയിട്ട് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആകുമ്പോൾ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ശരിക്കും നമ്മളും കൂടെ പോകണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ യുവിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഇപ്പം ഇവിടെ തന്നെ നിൽക്കുമായിരിക്കും, ഒരു മാറ്റം പെട്ടെന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോകാത്തതെന്നുള്ളത്. തുടക്കത്തിലൊക്കെ ഞാനും വിഷ്ണു മാത്രമായിരുന്ന സമയത്ത് നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇവിടെയും വിഷ്ണു കൂടുതൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്യാറ്. കാരണം കൊല്ലത്തിൽ ഒരു തവണയൊക്കെയല്ലേ വരിക. ഇപ്പോൾ പിന്നെ യുവി ആയതിനു ശേഷം രണ്ട് വീട്ടിലും ഈക്വലി നിൽക്കുന്നത് പോലെ നോക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം രണ്ട് ഗ്രാൻഡ് പേരൻസിനും അവൻ്റെ ഒപ്പം ഈക്വൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ, അതും നാട്ടിൽ വരുമ്പോഴേ നടക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു വീട്ടിലിപ്പോൾ കൂടുതൽ അങ്ങനെ നിൽക്കുക എന്നുള്ളൊരു ചിന്തയില്ല. രണ്ട് വീട്ടിലും ഒരേപോലെ സാഹചര്യം സന്ദർഭമൊക്കെ അനുസരിച്ച് മാറി മാറി നിൽക്കാന്നേ പ്ലാനുള്ളൂ. അപ്പോൾ വിഷ്ണു പോവുകയായി. വെള്ളിയാഴ്ചയാണ് വരുന്നത്. നമ്മുടെ പേരക്കുട്ടീനെ പറ്റി രണ്ട് വാക്ക്. പേരക്കുട്ടിയെ കുറിച്ച് നല്ല അഭിപ്രായം. പേരക്കുട്ടിക്ക് എപ്പോഴും അമ്മേനെ അടുത്ത് പോകണം. അമ്മേനെ കാണാൻ ഞാൻ അപ്പം പേരക്കുട്ടിക്ക് സങ്കടം വരും. അതാണ് പേരക്കുട്ടിയുടെ കുഴപ്പം. അമ്മേനെ കാണാൻ ഞാൻ അപ്പം പറയും. യൂഷിനെ 2 ദിവസം മിസ് ചെയ്യോ? സെൽഫിഷ് അല്ല, അമ്മ ബോയ് ആണ്. ഇപ്പൊ ടാറ്റ, വെള്ളിയാഴ്ച കാണാം. അച്ഛന് വാങ്ങിയ ട്രിമ്മറില്ലേ, അതുകൊണ്ടാണ് വിഷ്ണു കാലിക്കറ്റിക്ക് പോയത്. സാറല്ലേ ഇനി വെള്ളിയാഴ്ച തിരിച്ചു വരുമ്പോൾ കൊടുക്കാം, ഇത്തവണത്തെ ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ്. ഇങ്ങനെ നീണ്ടു പോവാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയില് വന്ന
2 കമന്റ്സ് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനോടുള്ള ക്ലാരിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റേഷൻ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാനാണ്. അപ്പോൾ ഒന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത്, യുവിനെ ഞാൻ ഭയങ്കര പട്ടാളച്ചിട്ടയിലാണ് വളർത്തുന്നത്, യുവിക്ക് ഭയങ്കര റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, അത് അത്ര ഗുഡല്ല, അത് മാറ്റിയിട്ട് യുവി വേണ്ടപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ, യുവി വേണ്ടപ്പോൾ ഉറങ്ങട്ടെ, യുവി വേണ്ടപ്പോൾ കളിക്കട്ടെ, അല്ലാതെ കുട്ടീനെ പ്രഷറൈസ് ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ്സ് ആയിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ലോകത്തിൽ എല്ലാ കുട്ടികളും എങ്ങനെയാണോ അവരുടെ പേരൻസ് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കും ഒരു ഏജ് വരെ അവർ വളർന്നിട്ടുണ്ടായിരിക്കുക. ഈ പേരൻസിന്റെ ഈ ഒരു എങ്ങനെ പേരന്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ വരുന്നത് അവരുടെ കാഴ്ചപ്പാട്, അവർ വളർന്നു വന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ പേരന്റിങ് രീതികൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് പേരൻസ് ഫോളോ ചെയ്യുന്നതിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും വേറെ സെറ്റ് ഓഫ് പേരൻസ് ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വേറെ 2 ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പേരന്റിങ്ങിൽ ഒരു ശരി തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ പേരൻസും അവരുടെ ബെസ്റ്റ് ആയിട്ട് ലൈഫിൽ ചെയ്യുന്ന കാര്യമായിരിക്കും പേരന്റിങ്. അത്രയും ഇൻവോൾവ്മെന്റിൽ അത്രയും സിൻസിയറിറ്റിയിൽ അവർ ചെയ്യുന്ന കാര്യമായിരിക്കും പേരന്റിങ്. ഇപ്പോ യുവീനെ ഏറ്റവും നന്നായിട്ട് ഈ ലോകത്ത് പേരന്റ് ചെയ്യാൻ ഞാനും വിഷ്ണുവാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. അപ്പോൾ കുട്ടിയുടെ രീതികൾ അല്ലെങ്കിൽ കുട്ടീനെ മനസ്സിലാക്കി നമ്മൾ വളർന്നു വന്ന സാഹചര്യം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പേരന്റിങ് ചൂസ് ചെയ്യുക. ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനിലൊക്കെ ഞാൻ അത്യാവശ്യം എന്നെ അമ്മയും അച്ഛനും ഒക്കെ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. അതായത് എൻ്റെ നീഡ്സ് എല്ലാം മാറ്റി വെച്ച് കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം അങ്ങനെയായിരുന്നില്ല. എൻ്റെ എല്ലാ ഇമോഷൻസിനും ആവശ്യങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒപ്പം എനിക്ക് പഠിക്കാനും കളിക്കാനും ഉറങ്ങാനും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും പെയിന്റിങ് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ എനിക്ക് കൃത്യം സമയം ഉണ്ടായിരുന്നു. അത് ലൈഫിൽ വളരെയധികം ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പല കാര്യങ്ങളും ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ അമ്മ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അമ്മേനെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ വളരെയധികം ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. വിഷ്ണുവും അതേപോലെ തന്നെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. വിഷ്ണുവിനും കാര്യങ്ങൾ ചെയ്യാൻ സമയവും റുട്ടീനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊരു മകനെ വളർത്തുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം മനസ്സിലാക്കിയത് കാരണം കുറച്ചൊക്കെ റുട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടും. അത് യുവിയുടെ താല്പര്യങ്ങൾ നിഷേധിച്ചും കൊണ്ട് ഇപ്പൊ ഉറങ്ങേണ്ട സമയമാണ്, ഇപ്പൊ നീ കളിക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുള്ള റുട്ടീൻസ് ഒന്നുമല്ല. നമ്മൾ വളരെ മൈൽഡ് ആയിട്ടാണ് റുട്ടീൻസ് യുവിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ യുവിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫോളോ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ വളർന്നു വന്ന സാഹചര്യം എൻ്റെ പേരന്റിങ് ചോയ്സും എല്ലാം വെച്ചിട്ടായിരിക്കാം. രണ്ടാമത്തെ കാര്യം, യുവിനെ ഇപ്പൊ തന്നെ എന്തിനാ ഡേ കെയറിൽ വിടുന്നത്, ഒരു 3 വയസ്സൊക്കെ ആയിട്ട് ഡേ കെയറിൽ വിട്ടാൽ പോരെ എന്നുള്ള ഡിസ്കഷൻ ഭയങ്കര സജീവമായിട്ട് നമ്മുടെ കമന്റ് സെഷനിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. പുറത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്തവർക്ക് ചെറിയൊരു ഇൻസൈറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടാണ്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നത്. അപ്പോൾ നെതർലൻഡ്സ് പോലെയുള്ള പല യൂറോപ്യൻ കൺട്രികളിലും അച്ഛനും മമ്മിയും മാത്രമാണ് കുട്ടികളെ വളർത്തുന്നത്. ഗ്രാൻഡ് പേരൻസിന്റെയും അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും അങ്കിൾസിന്റെയും ഒക്കെ ഇൻവോൾവ്മെന്റ് ഭയങ്കര കുറവായിരിക്കും. അധികം കുട്ടീനെ പേരന്റ് ചെയ്യുന്നത് പേരൻസ് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് മെറ്റേണിറ്റി ലീവ് തീരുന്ന സമയത്ത് കുട്ടീനെ ഡേ കെയറിൽ വിടുക എന്നുള്ളത് അവിടെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അത്ഭുതവും ഇല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3 മാസത്തിൽ തന്നെ വിടണമെന്നില്ല. 6 മാസത്തിൽ വിടുന്ന പേരൻസ് ഉണ്ട്, 8 മാസത്തിൽ വിടുന്ന പേരൻസ് ഉണ്ട്. അതും ആഴ്ചയിൽ 5 ദിവസം തന്നെ വിടണമെന്നില്ല. ഒരു ദിവസം വിടുന്ന പേരൻസ് ഉണ്ട്, 2 ദിവസം വിടുന്നവരുണ്ട്, 3, 4, 5 അങ്ങനെ എത്ര ദിവസമാണോ നമുക്ക് കുട്ടി ഡേ കെയറിൽ പോകേണ്ടത് അങ്ങനെ അവരുടെ ജോലിയുടെ സ്വഭാവവും അവരുടെ രീതികളും ഒക്കെ വെച്ചിട്ട് പേരൻസ് അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെതർലൻഡ്സ് പോലെയുള്ള പല യൂറോപ്യൻ കൺട്രികളിലും ബാക്കി പല കൺട്രീസിന്റെയും ഇത് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഡേ കെയറിൽ വിടുന്നതിൽ ഒരു പുതിയ അത്ഭുതം ഇല്ല. ഒരു 6 മാസമുള്ള കുട്ടി ഡേ കെയറിൽ പോവുക, ഒരു 8 മാസമുള്ള കുട്ടി ഡേ കെയറിൽ പോവുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡേ കെയറിൽ പോകുമ്പോൾ കുട്ടിക്ക് ഇപ്പം ഞാൻ യുവിനെ ഡേ കെയറിൽ വിട്ടേ ഒന്ന് സമാധാനമായിട്ടൊന്നും ഇരിക്കാമെന്നൊന്നും ചെയ്യണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ കുട്ടീനെ ഡേ കെയറിൽ വിടുന്നത്. അതല്ല കുട്ടി ഡേ കെയറിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം. കുട്ടിക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള സ്കില്ല് കൂടും, ഒരുപാട് കാര്യങ്ങൾ
നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റാത്തവർ ഡേ കെയറിൽ വരുന്നത് കുറച്ച് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എക്സ്പേർട്സ് ആയിരിക്കും. വളരെ കുറച്ച് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ UB ഒക്കെ പോകുന്ന ഡേ കെയറിലുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും അവർ ഭയങ്കര ട്രെയിൻഡ് ആവും. ഇപ്പോൾ UB സ്ട്രോന്ന് ഇപ്പം തന്നെ ഇപ്പം അല്ല 2 മാസം മുന്നേ തന്നെ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഡേ കെയറിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്ര പീസ്ഫുൾ ആയിട്ട് തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റണം എന്നില്ല, എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അതൊക്കെ അവന് ഡേ കെയറിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഡേ കെയറിൽ പോകുന്നൊരു സിസ്റ്റം ഉള്ളത് കാരണം എല്ലാ കുട്ടികളും 4 വയസ്സായിട്ട് സ്കൂളിൽ പോകുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പഠിക്കാതെ ഡേ കെയറിന്റെ സിസ്റ്റത്തിൽ പോവാതെ ഒരു ഡിഫറെന്റ് പേരന്റിങ് ഉള്ള, നമ്മൾ ഇന്ത്യൻ പേരൻസ് ആകുമ്പോൾ കുറച്ചും കൂടെ പേരന്റിങ് സ്റ്റൈലും വ്യത്യാസം വരുമല്ലോ, അങ്ങനത്തെ രീതിയിൽ കുട്ടി അവിടെ ഒരു ഡെറ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിഫറൻസ് മറ്റു കുട്ടികളിൽ നിന്ന് ഈ കുട്ടിക്ക് ഫീൽ ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 8 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ UBനെ ഡേ കെയറിൽ സ്ലോലി വിട്ടു തുടങ്ങിയത്. ആഴ്ചയിൽ 1 ദിവസം, ഇപ്പോൾ അവൻ ആഴ്ചയിൽ 2 ദിവസമാണ് പോകുന്നത്, അതും കുറച്ച് മണിക്കൂറുകൾ. അത് അവന് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് കാണാനുമുണ്ട്. പിന്നെ നമ്മളെപ്പോലത്തെ ഫാമിലിക്കുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഡച്ച് പഠിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഇംഗ്ലീഷിനെക്കാളും കൂടുതൽ അധികം ആൾക്കാരും ഡച്ച് തന്നെയാണ് അവരുടെ ഒരു ലാംഗ്വേജ് ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് അറിയും ഒട്ടുമിക്ക ആൾക്കാർക്കും, പക്ഷെ ഡച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട് നെതർലാൻഡ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ. അപ്പം നമുക്കധികം ഡച്ച് ഒന്നും അറിയില്ല, നമുക്ക് വാലുമുറി ഡച്ചൊക്കെയാണ് അറിയുള്ളൂ. ഇപ്പോൾ UB വളരുന്നതിൻ്റെ ഒപ്പം കുറച്ചും കൂടെ നന്നായി ഡച്ച് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഡേ കെയറിൽ പോകുമ്പോൾ അവൻ ഡച്ചും കൂടെ ഒപ്പം അവന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ 4 വയസ്സിൽ എന്നാണോ കുട്ടിക്ക് 4 വയസ്സാവുന്നത്, ആ 4 വയസ്സാവുന്ന സമയത്താണ് കുട്ടി അവിടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു അക്കാദമിക് ഇയർ ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ല ചെയ്യുക. ഇപ്പൊ ജൂലൈ 17 UBക്ക് 4 വയസ്സാവുകയാണെങ്കിൽ ആ ദിവസം തന്നെ കുട്ടി സ്കൂളിലോട്ട് പോകും. സ്കൂളിലോട്ട് പോകുമ്പോൾ കുട്ടിക്ക് പറഞ്ഞ പോലെ ഡേ കെയറിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും എന്നുള്ള ടീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഒപ്പം ഡച്ച് അറിയുന്നുള്ളതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊന്നും കുട്ടിക്ക് അറിയില്ല, ഡച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 6 മാസം 7 മാസത്തോളം ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളിൽ വിടണം. ബാക്കി അവന് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ അവർ ഭയങ്കര ഉണ്ടായിട്ടായിരിക്കണം എന്നില്ല, പക്ഷെ എന്നാലും പേരന്റിങ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് കാണുമ്പോൾ അങ്ങനെയാണ് അവർ കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് ആവശ്യമാണ് ഡേ കെയറും അവിടുത്തെ സിസ്റ്റം മനസ്സിലാക്കാനും അവിടുത്തെ കൾച്ചർ കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഒക്കെ. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളും അവരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡേ കെയർ തന്നെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ നെതർലൻഡ്സിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള നിലയിൽ UBക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ അവനെ ഡേ കെയറിൽ വിടുന്നത്. പിന്നെ ഡേ കെയർ ആക്ച്വലി നമുക്ക് അങ്ങനെ അവിടെയുള്ള പേരൻസിന് അറിയുന്നുണ്ടായിരിക്കും, അത്ര സിമ്പിളായിട്ട് ഏതൊരാൾക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേ കെയർ. അത് നമ്മൾ ചെയ്യുന്നത് 100% UBക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ എനിക്ക് സമാധാനമായിട്ടിരിക്കാനോ വിഷ്ണുവിന് സമാധാനമായിട്ടിരിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് അവിടെ വരുന്നത് കാരണം ഡേ കെയറിൽ വിടുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള എല്ലാ പേരൻസും അവിടെ ചെയ്യുന്ന സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ, ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും 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 പറയേണ്ടി വരുമല്ലോ. ഇപ്പോൾ പറയാറില്ലേ വിഷ്ണു ആണ് എന്നെക്കാളും എക്സ്ട്രോവേർട്ട്, വിഷ്ണു ആണ് കൂടുതൽ നന്നായി സംസാരിക്കുക, വിഷ്ണുവിന് ക്യാമറയിൽ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തതാണ്. അത് ഞാൻ 8 കൊല്ലമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഇത് ഞാൻ എത്രയായിട്ട് പറയേണ്ടി വരും എന്നുള്ളത്. കാരണം പുതിയ കാഴ്ചക്കാരും പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവണമെന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. 5 മിനിറ്റ് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു ചെറിയ എന്താ ഞാൻ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമയം 2 കാലമായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂർക്കം വെച്ച് കിടന്നുറങ്ങട്ടെ. UBയും അമ്മയും അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ പോയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അമ്മ ഇപ്പോൾ 3:30 കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അമ്മ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചിട്ടയിൽ അത് അങ്ങോട്ട് ചെയ്യും. ഇപ്പോൾ UBക്ക് വയ്യാഞ്ഞിട്ട് കഴിഞ്ഞൊരു 3-4 ദിവസം അമ്മ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ UB കുറച്ച് ബെറ്ററായി കഴിഞ്ഞപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഇടയിൽ കുറച്ച് സമയം കണ്ടുപിടിച്ച് ഒരു 1-1.5 മണിക്കൂർ ജിമ്മിൽ പോയി കുറച്ച് ശരീരമൊക്കെ അനക്കി തിരിച്ചു വരുന്നത് കാണാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ അത് കാണുമ്പോൾ. അതൊരു വലിയ ചേഞ്ചാണ് ഒരാൾ എടുക്കുന്നത്. അമ്മ ജിമ്മ് കഴിഞ്ഞ് വന്നു. ജിമ്മ് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പാടില്ല. ജിമ്മ് കഴിഞ്ഞ് രാത്രി പട്ടിണിയാ. ഇന്ന് എന്തൊക്കെ ചെയ്ത് അമ്മ ഈ ഡ്രസ് തന്നെ ചെയ്ത് മാറും അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യോ? എന്തൊക്കെയാ ടീഷർട്ടും വാവ് അമ്മ ഇങ്ങനെ വലിച്ചു എന്നിട്ട് ഇങ്ങനെ വെച്ചു
ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ചറിയോ ഇങ്ങനെയൊക്കെ ചെയ്ത് ജിമ്മ് പോയിട്ടാണ് വരുന്നത് യുവാമ്പ അമ്മയ്ക്ക് 2 ദിവസം പോവാതായിട്ടൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് സമയം കണ്ടെത്തി അമ്മ പോയിക്കുക. അച്ഛപ്പോഴേ വരും. ഞാനും ഒന്ന് പോയിട്ടൊരു മെമ്പർഷിപ്പ് എടുക്കായിരുന്നു. എല്ലാ ദിവസവും പോകാൻ പറ്റിയിട്ടല്ല, എന്നാലും ഞാൻ പറഞ്ഞില്ലേ പോവാൻ പറ്റുന്ന ദിവസമെങ്കിലും പോവുക ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. അച്ഛപ്പോഴേ വരിക? നിങ്ങൾ എന്നെ ഉപദേശിക്കാറില്ലേ സാധനങ്ങൾ പരന്ന് കിടന്നാൽ കുറച്ച് കിടക്കാൻ വേണ്ടി നമ്മൾ മനസ്സിന് ഇത് കൊടുക്കണം എന്നൊക്കെ? എനിക്ക് പറയാനുള്ള ആ ഉപദേശം അമ്മയ്ക്ക് അമ്മേനെയും കൂടെ ഉപദേശിക്കണം. യുവി പറയൂ കുറച്ച് പരന്ന് കിടക്കട്ടെ എന്ന്. സമാധാനം എന്ന് പറഞ്ഞ സാധനം എനിക്ക് തരുന്നില്ല. ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. വീട് ഇങ്ങനെ ഇസ്തിട്ട പോലെ ഇരിക്കണം. അച്ഛൻ അങ്ങനെ പറയാ അല്ലേ? ബെഡ് ഇങ്ങനെ ഇസ്തിട്ട പോലെ വീട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. യുവി അങ്ങനെ ഇരുത്തില്ല എന്നറിയോ? ഉണ്ടോ? ഇപ്പോൾ ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങൾ പരന്ന് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ വീട് ഇങ്ങനെ ഇസ്തിട്ട് വെച്ച പോലെ അങ്ങനെ ഇരിക്കാം. നല്ല അടിപൊളി ഷാർജ ഷേക്ക് കൊടുക്കലൂന്. ഇത് ഇവിടെ നിൽക്കുന്ന ചേച്ചി ഉണ്ടാക്കിയ ഷാർജ ഷേക്കാണേ. അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി മുന്നേ ജ്യൂസിന്റെ കടയിലായിരുന്നു. അപ്പൊ ചേച്ചി നല്ല ബൂസ്റ്റും ഞാലിപ്പൂവിനൊക്കെ വാങ്ങിയിട്ട് വരണമെങ്കിൽ ഷാർജ ഷേക്ക് ഉണ്ടാക്കി തരാം. പിന്നെ ഞാൻ വിടുവോ? വാങ്ങിച്ചില്ലേ നമ്മൾ ബൂസ്റ്റും ഞാലിപ്പൂവനും. വന്നിട്ടുള്ള വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ ആലോചിക്കായിരുന്നു എത്രയാ ഞാൻ സംസാരിക്കണേന്ന്. ബാക്കി സാധനങ്ങൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ ഓരോ കാര്യങ്ങളും ഞാൻ കാണുമ്പോഴും എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടൊരു കഥയുണ്ടായിരിക്കും, മുന്നത്തെ ഒരു ഓർമ്മയുണ്ടായിരിക്കും. അതെല്ലാം ഷെയർ ചെയ്യുമ്പോഴേക്കും ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മുറ്റത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, മുറ്റം അത്യാവശ്യം ഇങ്ങനെ നീളത്തിലുള്ള മുറ്റാട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ നടന്നും കൊണ്ടാണ് പരീക്ഷയുടെ സമയത്ത് മുഴുവൻ പഠിക്കുക. ഈ കാണാണ് മുസ്തഫ മാമയുടെ വീട്. അപ്പോൾ ഞാൻ ഉറക്കെ വായിച്ചു പഠിക്കുക കേട്ടോ. ഒട്ടും ഒരു മയം കാണിക്കാറില്ല. നല്ല ഒച്ചത്തിലാണ് ഞാൻ വായിച്ചു പഠിക്കാറ്. അപ്പോൾ അമ്മ എന്നോട് പറയും, ഇപ്പോൾ മുസ്തഫ മാമയ്ക്ക് അവിടെയുള്ള എല്ലാവർക്കും ഞാൻ എന്താ പഠിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി തൊട്ടിട്ട് ഒരു 6 മണി 6 ഇരുട്ടാവുന്ന വരെ ഈ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഉറക്ക വായിച്ചിട്ടാണ് എൻ്റെ എല്ലാ പഠനം. എനിക്കിങ്ങനെ മെല്ലെ വായിച്ചാൽ പഠിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറക്ക വായിച്ചാൽ പഠിക്കുക. കുറച്ച് കാലത്തിന് ശേഷം ഇന്നാണ് യുവി നല്ലോണം വയറ് നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചേ തോന്നുന്നു കേട്ടോ. ഇന്നെടുത്ത പ്ലേറ്റ് ഫുൾ കാലിയായിരുന്നു. സാധാരണ എടുക്കുമ്പോൾ മുഴുവൻ കഴിക്കാറുണ്ട്. പക്ഷെ വയറിന് വയ്യെങ്കിൽ നമുക്ക് കുറേ ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ. ആ സമയത്ത് എല്ലാം നിർബന്ധിച്ചിട്ടും കാര്യമില്ല. യുവിനെ കാണാൻ വേണ്ടി ഇതേ സജിമാമ വന്നിട്ടുണ്ട്. സജിമാമ എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയുന്നുണ്ടായിരിക്കും അപർണയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴായിരിക്കും. അപർണ ഇവിടെ ഇല്ല എന്നിട്ട് എനിക്ക് എന്തൊരു മിസ്സിങ്ങാന്ന് അറിയോ? എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും എനിക്കിങ്ങനെ കമ്പനി ആയിട്ട് എൻ്റെ ഇപ്പം നടക്കാറുള്ളത് അപർണയാണല്ലോ. വരും ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക്. യുവി ഇപ്പോൾ കുറച്ചിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് എണീറ്റ് നിന്നിട്ട് കൈ അങ്ങോട്ട് വിടുക. ചില സമയങ്ങളിൽ ഒരു ബാലൻസ് കിട്ടും, ചില സമയത്ത് ബാലൻസ് കിട്ടാതെ ചെറിയ ചെറിയ ആക്സിഡൻസ് ഇപ്പോൾ സംഭവിച്ചു തുടങ്ങുന്നുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വന്നത് ഞാനും അച്ഛനും കൂടെ ഒന്ന് പുറത്ത് പോയി കേട്ടോ. എനിക്ക് 1-2 പാർസൽ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള പ്രശ്നം ഞാൻ സാധനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഇടണം എന്നുള്ളതാണ്. ഞാൻ മാക്സിമം വൃത്തിയാക്കിയിട്ടാണ് വയ്ക്കുന്നത്. ഒരു പാക്കേജ് വന്നിട്ട് പൊട്ടിച്ച് അപ്പം ഒതുങ്ങണം, മറ്റേതൊന്ന് പൊട്ടിച്ച് അപ്പം നിങ്ങൾ ഒതുങ്ങണം. അത് വേണം. ഏത് ആ ബില്ലൊന്നും വേണ്ട. കുറച്ച് നേരം ഒന്ന് അമ്മേനോട് അച്ഛനോട് വർത്താനം പറയാൻ വിചാരിച്ച് പോയതാ. ജസ്റ്റ് ഇടമുന്നൊന്നും ജസ്റ്റ് മിസ്സാ. മറ്റേ നമ്മൾ എന്താ പറയുക, ഒരു റീലില്ലേ, നാട്ടിൽ പോയിട്ട് വേണം അമ്മയുടെ ഒപ്പം ഒന്ന് ഇരിക്കാൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അമ്മേന്ന് വിളിക്കുമ്പോൾ എന്താ ഇരിക്കണത്? അതേ അവസ്ഥയാണ്. ഞാൻ നാട്ടിൽ അമ്മേനെ കാണാൻ കൊതിച്ച് വന്ന് ഞങ്ങൾ അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി പോയതായിരുന്നു. പൊരിഞ്ഞടിയ പോലെ ജസ്റ്റ് ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. ഞാൻ ആംസ്റ്റർഡാമിലാവുമ്പോൾ വിൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ദിവസം ഒരു നേരെങ്കിലും എന്തായാലും കുളിക്കും കേട്ടോ. അവിടെ 2-3 ദിവസം കൂടുമ്പോൾ കുളിക്കുന്നത് നോർമലാണ്. കാരണം തണുപ്പ് ഭയങ്കരമായിട്ടുള്ളത് കാരണം. ഇവിടെ വന്നിട്ട് മഴയുണ്ടെന്നുണ്ടെങ്കിലും ഒപ്പം നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് ദിവസം ഞാൻ 3 തവണയൊക്കെ മേലെഴുകാറുണ്ട്. എനിക്ക് ഭയങ്കര ചൂടെടുത്ത് വേർത്തിട്ട്. ചെറിയ കുട്ടിയിരുന്ന സമയത്ത് വീട്ടിലൊട്ടുമിക്ക ദിവസവും ഡിന്നർ കഞ്ഞിയായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് കഞ്ഞി കുടിക്കാനൊരാഗ്രഹം, അതുകൊണ്ട് ഇന്ന് കഞ്ഞിയാണ് നമ്മൾ കുടിച്ചത്, കഞ്ഞിയും പയറും. അങ്ങനെ ഇന്നത്തെ ഒരു മനോഹരമായ ദിവസം ഇവിടെ തീർന്നിരിക്കുന്നു. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനിമലയാളി. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ടാറ്റാ.